നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്പയാറിൽ LDFന്റെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ റാലി സംഘടിപ്പിച്ചു. കഴിമ്പ്രം വിജയന്റെ നാടകമായ അമ്പറയും പൂക്കാലവും പുസ്തക രൂപത്തിലെത്തിച്ചതിന്റെ പുസ്തക പ്രകാശനം അശോകൻ ചെരുവിൽ നിർവഹിച്ചു. തൃക്കൂർ നെല്ലിച്ചോട് റിപ്പർ മോഡലിൽ യുവാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. ബാലവേദി പെരിഞ്ഞനം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻഗതിർ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃപ്പയാറിൽ LDFന്റെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ റാലി സംഘടിപ്പിച്ചു. തൃപ്പയാർ അമ്പലനടയിൽ നിന്ന് ആരംഭിച്ച വിജയാഹ്ലാദ റാലി തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. നിയുക്ത MLA ഗീതാ ഗോപി, നേതാക്കളായ AS ദിനകരൻ, PR വർഗീസ്, KP സന്ദീപ്, ഷീല വിജയകുമാർ, TR രമേശ് കുമാർ, KM കിഷോർ, ഷീന പറയാങ്ങാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിമ്പ്രം വിജയന്റെ നാടകമായ അമ്പറയും പൂക്കാലവും പുസ്തക രൂപത്തിലെത്തിച്ചതിന്റെ പുസ്തക പ്രകാശനം അശോകൻ ചെരുവിൽ നിർവഹിച്ചു. നാട്ടിക റൂറൽ ബാങ്ക് ഓഡിറ്റോറിയം നടന്ന പരിപാടി പ്രൊഫസർ KU അരുണൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരനായ അശോകൻ ചെരുവിൽ നിന്ന് ബേക്കർ മേത്തല പുസ്തകം ഏറ്റുവാങ്ങി. എഴുത്തുകാരൻ KR കിഷോർ പുസ്തക പരിചയം നടത്തി. ചെയർമാൻ RI സക്കറിയ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി VC ദിലീപ് സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി മനോമോഹനൻ, ട്രഷറർ സുബിൻ വിജയൻ, അംഗമായ അബ്ദുൾ മജീദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അങ്ങനെ ഞാൻ കഴിമ്പ്രം വിജയന്റെ എല്ലാ ബന്ധങ്ങൾക്കും അപ്പുറം എല്ലാ ദിവസവും നാട്യ കോളേജിൽ നിന്ന് ബസ് കയറി അവിടെ ആ വളവിലിറങ്ങും. പതുക്കെ നടക്കും. വിജയന്റെ വീട്ടിലേക്ക് എല്ലും. വിജയൻ അപ്പൊ എവിടേക്ക് ഒരു സൈക്കിളിന്റെ പിന്നിൽ ഒരു ചാക്കാരി കേക്ക് വരുന്നുണ്ടാവും. ചേട്ടാൻ എന്നോട് എന്ത് നമ്മുടെ റിഹേഴ്സൽ തുടങ്ങല്ലേ ഈ ചാക്ക് ഒരുപാട് പണ്ടാരങ്ങൾ വരുന്നത്. വിജയന്റെ അവിടേക്ക് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ റിഹേഴ്സലിന് വേറെ ഒരിക്കലും വന്നിട്ടുണ്ടാവില്ല. ഒരു പൂരനാണ്. ഞാറൊക്കെ തുടങ്ങി എല്ലാ പേരും പിന്നീട് KPSC പ്രത്യക്ഷപ്പെട്ട് ഞാൻ സുധിയ ഞാനൊക്കെ ശ്രീനിയൊക്കെ ഓർമ്മയില്ലേ നല്ലതാണ്. അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ എല്ലാ നടന്മാരും എല്ലാവരും അവിടെ വന്നു. വിജയന്റെ അവിടെ വീട്ടിൽ വന്നിട്ട് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാത്ത ഒരാളും കഴിഞ്ഞ 50 കൊല്ലത്തിനുള്ളിൽ പ്രൊഫഷണൽ നാടക മത്സരത്തിലും തൃക്കൂർ നെല്ലിച്ചോട് റിപ്പർ മോഡലിൽ യുവാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. കോട്ട പനമ്പിള്ളി നഗർ പടിഞ്ഞാറേക്കാടൻ വീട്ടിൽ സിറിലാണ് അറസ്റ്റിലായത്. മരത്താക്കര പുഴമ്പെള്ളം സ്വദേശി വെളിയംകുളങ്ങര വീട്ടിൽ ഡിനസ് ഡേവിസിനാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഡിനസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വെള്ളിയാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം. നെല്ലിച്ചോടുള്ള ജിംനേഷ്യത്തിൽ നിന്ന് ഇറങ്ങിയ ഡിനസിനെ പ്രതി പുറകിൽ നിന്നും വന്ന് ചുറ്റിക കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഡിനസിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടായിരുന്നതായി ഒരുമിച്ച് കഴിഞ്ഞതിനായാണ് ഡിനസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പ്രതി കുറ്റം സമ്മതിച്ചു. ചാലക്കുടിയിൽ നിന്നും ചുറ്റിക വാങ്ങിയ ഇയാൾ കുപ്പിയിൽ പെട്രോളും കരുതിയിരുന്നു. ചുറ്റിയെ കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം കത്തിക്കുകയായിരുന്നു ലക്ഷ്യം. അവിവാഹിതനായ പ്രതിയുടെ വഴിവിട്ട ബന്ധമാണ് ക്രൂരമായ അതിക്രമത്തിന് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. റൂറൽ പോലീസ് മേധാവി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ 25ഓളം രഹസ്യ പോലീസിനെ സംഘങ്ങളായി നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. പ്രതിയെ ഞായറാഴ്ച കോടതിയിൽ ഹാജരാക്കി. ബാലവേദി പെരിഞ്ഞനം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻഗതിർ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു.
പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി സായിദ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷനായി. CPI മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് സമ്മാന വിതരണം നടത്തി. സന്ധ്യ സുനിൽ, അഡ്വക്കേറ്റ് ശ്രേയസ് ചെറിയനത്ത്, ദിവ്യ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. NC പ്രശാന്ത്, രമേശ് ബാബു, ER ജോഷി, രാകേഷ് പള്ളത്ത് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ അധികരിച്ച് ക്ലാസ് നയിച്ചു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള സമയം നമുക്ക് വളരെ ആസ്വാദ്യകരമായിരുന്നു അല്ലെ? നല്ല ക്ലാസ്സുകളല്ലേ മാഷുമാർ നയിച്ചത് അല്ലേ? ഇഷ്ടമായി? അതുവരെയുള്ള ക്യാമ്പ് നമുക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പറയും. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് തുടരണം അല്ലേ? ഇനി തുടരാൻ കുറച്ചുകൂടെ അല്ലേ? അപ്പൊ നമുക്ക് എല്ലാ വർഷവും ഇവിടെ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വിജ്ഞാനവും വിനോദവും ഒക്കെ പകരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഈ ക്യാമ്പിൽ നമ്മൾ പ്രദാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ കുട്ടികളെല്ലാവരും നമ്മുടെ വിദ്യാർത്ഥിനികളൊക്കെ തന്നെ ബാലവേദിയുമായി സഹകരിച്ചുകൊണ്ട് നമുക്കിതിന് ശേഷം രൂപീകരിക്കപ്പെടുന്ന ബാലവേദി യൂണിറ്റുകളായി ഈ പരിപാടി ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ പാടില്ല അല്ലെ? നമുക്കിത് തുടരണം അല്ലേ? ഏറ്റവും കൂടുതൽ സ്ഫോടന സ്വഭാവമുള്ള സ്ഫോടന പ്രത്യേകതയുള്ള വാതകമാണ് ഹൈഡ്രജൻ. എന്നിട്ട് ഉത്സവപ്പറമ്പിൽ ഹൈഡ്രജൻ വിൽക്കുകയാണ്, പള്ളിപ്പറമ്പിൽ ഹൈഡ്രജൻ ബലൂൺ വിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പള്ളി കമ്മിറ്റിയുടെയോ ഉത്സവ കമ്മിറ്റിയുടെയോ പ്രസിഡന്റിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ഗുഡ് മോർണിംഗ് പറയണം. ഗുഡ് മോർണിംഗ് സാർ എന്നിട്ട് പറയണം, അവിടെ ഈ ഹൈഡ്രജൻ ബലൂൺ മാത്രമാണോ? ഒരു വശത്ത് ഹൈഡ്രജൻ ബലൂൺ ആണെങ്കിൽ മറ്റേ വശത്ത് എന്താണ് ചെയ്യുന്നത്? അവര് പടക്കം പൊട്ടിക്കുന്നു. നമ്മുടെയൊക്കെ ഭാഗ്യത്തിന് ഇതേ വരെ ആ പടക്കത്തിന്റെ ഒരു കനൽ ഹൈഡ്രജൻ ബലൂണിൽ വന്ന് വീണിട്ടില്ല. ഹൈഡ്രജൻ ബലൂണിൽ വന്ന് വീണാൽ അതൊരു ബലൂൺ ബോംബായി മാറും. ചളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ 19ാമത് ഉറൂസ് മുബാറക്കിന് ഇന്ന് സമാപനമാകും. രാവിലെ നടന്ന മൗലിദ് പാരായണത്തിന് മഹൽ ഖത്തീബ് അബൂബക്കർ സാദി കക്കടിപ്പുറം, ഉസ്മാൻ സഖായി കാരക്കാട്, അഹമ്മദ് അബ്ദുറഹ്മാൻ ഔസാനി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ഭക്ഷണ വിതരണം PA അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ PT മുഹമ്മദ് അലി, ട്രഷറർ PM ഉസ്മാൻ ഹാജി, മഹൽ സെക്രട്ടറി PA മുഹമ്മദ്, മദ്രസ സെക്രട്ടറി TA നൌഷാദ്, അനസ് അബൂബക്കർ, PM സൈനുദ്ദീൻ, ഷിയാസ് വനിത, മനാഫ് ചൂലൂക്കാരൻ, PA ജബ്ബാർ, അബ്ദു പരത്തെഴുത്ത്, ഹുസൈൻ ബുറാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാത്രി 7:30 മുതൽ നടക്കുന്ന ഖത്തം ദുആ മജ്ലിസിലും ദുആ സമ്മേളനത്തിലും സയ്യിദ് സൈനുദ്ദീൻ സഖാവി അൽ ബുഖാരി ആന്ത്രോത്ത്, ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ്, ഷൈഗുന അബ്ദു ഉസ്താദ് താനളു ബായ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ചന്ദ്രാപിന്നി സ്വദേശി സതീഷ് കുമാർ വിശാഖപട്ടണത്തിന്റെ പാട്ടോർമ്മകൾ 365ന്റെ 2ാം ഭാഗമായ മാനസമൈനെ വരൂ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ലളിതകലാ അക്കാദമിയിൽ ചേറൂർ സാഹിത്യ സംഘടിപ്പിച്ച ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ MT രാജേന്ദ്രൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ചലച്ചിത്ര സംവിധായകനും ചിത്രകാരനുമായ അമ്പിളി ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സാഹിത്യകാരൻ K രഘുനാഥൻ, സാഹിത്യ പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, അപർണ ബാലകൃഷ്ണൻ, I ഷൺമുഖദാസ്, മോഹൻദാസ് പാറപ്പുറത്ത്, ഹരി P നായർ, ബാവ സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പുസ്തക ചർച്ചയിൽ ഗാനരചയിതാവും കവിയുമായ രാജീവ് ആലുങ്കൽ മുഖ്യാതിഥിയായിരുന്നു. പാട്ടോർമ്മകളുടെ അപൂർവ ചരിത്രം തുടിക്കുന്ന ഫോട്ടോകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 30 വർഷം തടവും പിഴയും. 16 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിന് 30 വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചു. കുഴിക്കാട്ടുകോണം സ്വദേശി വടക്കാഞ്ചേരി വീട്ടിൽ വിഷ്ണുവിനെയാണ് തൃശൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. 30 വർഷം കഠിന തടവിനും 5,50,000 രൂപ പിഴ ഒടുക്കാനുമാണ് ജഡ്ജി രമ്യ മേനോൻ ഉത്തരവിട്ടത്. അന്നത്തെ ചേർ പോലീസ് ഇൻസ്പെക്ടർ സന്ദീപ് MP ആണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം നടത്തിയത്. തുടർന്ന് DYSP PT K ഷൈജു അന്വേഷണം ഏറ്റെടുക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് 17 സാക്ഷികളെ വിസ്തരിക്കുകയും 32 പ്രധാന രേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സൂരജ് K കോടതിയിൽ ഹാജരായി. GSI സുമൽ, ജിബിൻ K ജോസഫ്, സിൻഡി എന്നിവർ അന്വേഷണ സംഘത്തെ സഹായിച്ചു. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് 17 ലക്ഷം തട്ടിയെടുത്ത പ്രതി അറസ്റ്റിൽ. ഇരിഞ്ഞാലക്കുടയിൽ ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് 17 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. ചേലക്കര വെങ്ങാനല്ലൂർ വെങ്കടേശ്വര നിലയം വീട്ടിൽ 21 വയസ്സുള്ള സൂര്യകൃഷ്ണനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സൈബർ അന്വേഷണ സംഘം മണ്ണുത്തിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കടുപ്പശ്ശേരി സ്വദേശിനിയിൽ നിന്ന് 5.28 ലക്ഷം രൂപയും കല്ലേറ്റുങ്കര സ്വദേശിയിൽ നിന്ന്
11.8 ലക്ഷം രൂപയും വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ വഴി തട്ടിയെടുത്ത കേസിലാണ് സൂര്യകൃഷ്ണ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. സൗഹൃദം സ്ഥാപിച്ച യുവതിയിൽ നിന്നും 6.8 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത യുവാവ് പിടിയിൽ. കൊടുങ്ങല്ലൂരിൽ യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം ഭീഷണിപ്പെടുത്തി 6,80,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത കേസിൽ യുവാവ് പിടിയിലായി. തലശ്ശേരി പുളിച്ചാർച്ചി വീട്ടിൽ ഫഹീം അഹമ്മദിനെയാണ് തൃശൂർ റൂറൽ പോലീസ് തലശ്ശേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. യുവതിയുമായി സ്നേഹബന്ധം സ്ഥാപിച്ച പ്രതി പിന്നീട് സ്വർണം നൽകി സഹായിക്കണമെന്നും അല്ലാത്തപക്ഷം ബന്ധത്തിൽ നിന്ന് പിന്മാറുമെന്നും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് 2025 ഒക്ടോബറിൽ യുവതിയുടെ പക്കൽ നിന്നും 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല കൈക്കലാക്കി. പിന്നീട് യുവതിയുമൊത്തുള്ള ഫോട്ടോകൾ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 2026 ജനുവരിയിൽ 1 പവന്റെ കൈച്ചെയിൻ, 1/2 പവന്റെ മറ്റൊരു കൈച്ചെയിൻ, 2.5 ഗ്രാമിന്റെ പാദസരം എന്നിവയും പ്രതി തട്ടിയെടുത്തു. വിവിധ ഘട്ടങ്ങളിലായി 6,80,000 രൂപ വില വരുന്ന ഏകദേശം 46.5 ഗ്രാം 5.5 പവനിലധികം സ്വർണ്ണാഭരണങ്ങളാണ് പ്രതി തട്ടിയെടുത്തത്. യുവതിയുടെ പരാതിയെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ദേശീയപാത പുതുക്കാട് കുറുമാലിയിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കണ്ടെയ്നർ ലോറി, 3 കാറുകൾ, ടെമ്പോ വാൻ എന്നിവയാണ് ഒന്നിനു പുറകെ ഒന്നായി ഇടിച്ചത്. ദേശീയപാതയിലെ ഡ്രെയിനേജ് വൃത്തിയാക്കുന്ന തൊഴിലാളികൾ പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങിയതോടെ ഇവരെ ഇടിക്കാതിരിക്കാൻ കാർ പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ കാറിന് പുറകിൽ വന്ന മറ്റു വാഹനങ്ങൾ തുടരെ ഇടിക്കുകയായിരുന്നു. 5 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കിയത്. ചാലക്കുടി മേലൂർ അടിച്ചിലിയിൽ റീൽസ് എടുക്കുന്നതിനിടെ എയർഗണ്ണിൽ നിന്ന് വെടിയേറ്റ് അതിഥി തൊഴിലാളിക്ക് പരിക്കേറ്റു. തമിഴ്നാട് തെങ്കാശി സ്വദേശി പ്രതാപിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതാപിന്റെ സുഹൃത്തുക്കളാണ് എയർഗൺ ഉപയോഗിച്ചതെന്ന് പറയുന്നു. തെക്കൻ പോളി എന്ന ആളുടെ തോട്ടം പാട്ടത്തിനെടുത്ത ജോലിക്കാരാണ് എയർഗൺ ഉപയോഗിച്ചത്. പോളിയുടെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിൽ നായശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എയർഗണ്ണുകൾ വാങ്ങി വെച്ചിരിക്കുന്നത്. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തിയ പ്രതിയെ പിറ്റ് NDS ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി വൈപ്പിൻകാട്ടിൽ വീട്ടിൽ ഷിനാജിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്പയാറിൽ LDFന്റെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ റാലി സംഘടിപ്പിച്ചു. കഴിമ്പ്രം വിജയന്റെ നാടകമായ അമ്പറയും പൂക്കാലവും പുസ്തക രൂപത്തിലെത്തിച്ചതിന്റെ പുസ്തക പ്രകാശനം അശോകൻ ചെരുവിൽ നിർവഹിച്ചു. തൃക്കൂർ നെല്ലിച്ചോട് റിപ്പർ മോഡലിൽ യുവാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. ബാലവേദി പെരിഞ്ഞനം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകതിർ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.